നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ അമാവാസ്യയ്ക്ക് ശേഷം കുറച്ചെല്ലാവരും ചില ട്രിഗേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡൗൺ ആണ് എനർജി വൈസ്. ഓക്കെ, അത് എല്ലാവരും, നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും ഒക്കെ ഒരു ഡൗൺ എനർജി എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കുറേ റീഡിങ്സിൽ നിന്നും കുറേ നമ്മുടെ എല്ലാവരും അങ്ങനെയാണ്. ഞാൻ പല കളക്റ്റീവായിട്ട് നമ്മൾ കണക്ഷനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടത്. ഈവൻ എനിക്കടക്കം തന്നെ എല്ലാവർക്കും ഒരു എനർജി തന്നെ ഒരു ഡൗൺ പോയ പോലെ. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന രീതിക്ക് നോക്കാം. അവർ ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കാം, നിങ്ങളോട് അധികം സംസാരിക്കുന്നുണ്ടാവില്ല. കോണ്ടാക്റ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അവരൊന്നും പറയുന്നുണ്ടാവില്ല, സൈലൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നുണ്ടാവും, ഒരു ഡിസ്റ്റൻസ് പോലെ. ഓക്കെ, എന്താ നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ അത് ഫുൾ ഈ ന്യൂ മൂണിൻ്റെ അമാവാസി കടന്നുപോയതിൻ്റെ ഒരു ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി, അതായത് ഇപ്പോൾ മേ ബി ഇത് നിങ്ങൾ റീഡിങ് എപ്പോൾ കാണുന്നു അതിൻ്റെ തലേദിവസം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇന്നലെ രാത്രി എന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഇന്നലെ ഈ അടുത്ത 2-3 ദിവസങ്ങളായിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി വേൾഡ് കാർഡ് ഉണ്ട്, 4 of Pentacles, Emperor, Chariot, 4 of Cups, Son of Wands, Hierophant and 8 of Pentacles, 2 of Pentacles. Yes, വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അവരിപ്പം ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ കംപ്ലീഷൻ നടക്കുന്നതായിട്ട് പറയാം. അതായത് നിങ്ങൾ തമ്മിലുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സൈക്കിൾസിൻ്റെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എടുക്കാം. നമുക്കിവിടെ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്ന പോലെ ചില കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ എൻഡ് ആയിട്ടുണ്ടാവും. എൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എൻഡായി എന്നല്ല, മേ ബി ചില സൈക്കിൾസ് ഉണ്ടാവുക എന്ന് പറയും. അതായത് എപ്പോഴും ഇൻ ആൻഡ് ഔട്ട് ചെയ്യൽ, കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അല്ലാതെ മോശമല്ല ഇവിടെ. പക്ഷേ യെസ്, അതിൻ്റെ ഒരു ഇഫക്റ്റായിട്ട്, അതായത് ആ മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം എല്ലാം ഒന്നും പറയാതിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, അവരുടെ ലൈഫിലായിരിക്കാം, അവരുടെ മൈൻഡിലായിരിക്കാം ചില കാര്യങ്ങൾ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്ന പോലെ പറയാം നമുക്ക്. ഓക്കെ, ഇവിടെ എല്ലാം അവർ മനസ്സിലടക്കി വെക്കുന്ന പോലെയുണ്ട്. പക്ഷെ എല്ലാം ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, കുറേ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. അറ്റ് ദ സെയിം ടൈം പക്ഷെ ഒന്നും തുറന്ന് പറയുന്നുമില്ല. ഓക്കെ, അവരുടെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരൊന്നും എക്സ്പ്രസ് ചെയ്യാത്തൊരവസ്ഥയാണ്. ഇവിടെ എംപറർ ഉണ്ട്. അവർക്ക് മെച്യൂർഡായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കണം എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ചാരിയറ്റ് ഉണ്ട്. ചാരിയറ്റ് മുന്നോട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ പറയാം. ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന രീതിയിൽ. ബട്ട് അവർ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇവിടെ നമ്മൾ കുതിരകളാണ് പറയുക ചാരിയറ്റിൽ. ഈ 2 കുതിര നമ്മൾ 2 ഡയറക്ഷനിൽ നമ്മളെ വലിക്കുന്നു എന്ന് പറയും. ഓക്കെ, 2 ഭാഗത്തേക്ക്. അതുപോലെ ഇവിടെ 2 പെൻറ്റിക്കിൾസും ഉണ്ട്. സോ 2 കാര്യങ്ങൾ, 2 തരത്തിലുള്ള ചിന്ത, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെ. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ അവർ മെച്യൂർഡായിട്ട് തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ മെച്യൂർഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് കൊടുത്ത് അത് നിങ്ങൾക്ക് വേണ്ടത് എല്ലാം തന്ന പ്രോപ്പറായിട്ട് ശരിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ട് നിന്ന് അവർ ഈ റിലേഷൻഷിപ്പിനെ ഒരു മെച്യൂരിറ്റിയോടെ ഹാൻഡിൽ ചെയ്യണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. മെച്യൂരിറ്റി എന്നെടുത്താൽ ഇത് എംപറർ എന്ന് പറയുമ്പോൾ ജെൻസ് എന്ന് മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കുക, ലേഡീസ് ആയാലും ശരി. ഓക്കെ, മെച്യൂരിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ പക്ഷേ അഗെയിൻ 4 of Cups ഉണ്ട്, ഇവിടെ 4 of Pentacles ഉണ്ട്. സോ 4 നഷ്ടങ്ങളെ കുറിച്ച്, അതായത് നഷ്ടമല്ല, താല്പര്യമില്ലാത്ത രീതിയിൽ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്ന പോലെ, ഒന്നും മനസ്സിലുള്ള ഒന്നും തുറന്ന് പറയുന്നില്ല, ഒന്നിലും ഒരു താല്പര്യം തോന്നുന്നില്ല. കുറച്ച് പേർക്ക് പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം. എന്താ പറയുക, അവർ മനസ്സിൽ പലതും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വേണ്ടത് എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയുന്നില്ല. അവരെ മുമ്പിലുള്ളതൊന്നും അവർ കാണാൻ തയ്യാറല്ല. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇവിടെ. വളരെ മൈൻഡ് ഐ തിങ്ക് കൺഫ്യൂസ്ഡ് ആണിപ്പോൾ. എനിക്ക് അതാണ് ഞാൻ പറഞ്ഞ ജഗ്ലിങ് കാണുന്നുണ്ട്. 2 സിറ്റുവേഷൻ്റെ ജഗ്ലിങ് ആയിരിക്കാം. അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസുമായിട്ടുള്ള ജഗ്ലിങ്. ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ട് കളയാനും പറ്റില്ല. സോ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, അങ്ങനെയാവാം. ഡിഫെൻസീവായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഡിഫെൻസീവ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതും ഡിഫെൻസീവാണ് വല്ലാതെ.
നിങ്ങൾ എന്തെങ്കിലും ഓക്കെ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിട്ടോ ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ പോയാലും അവർ നിങ്ങൾക്ക് നേരെ ഒരു ഉത്തരം തരില്ല. ഓക്കെ, എന്ത് ചോദിച്ചാലും അവരൊരു ഡിഫെൻസീവ് ആയിട്ട് മറുപടി പറയും. അതായത് എടുത്ത് ഒരു നമ്മൾ പറയില്ല മോത്തടിച്ച പോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും, അങ്ങനെയൊക്കെ ചെയ്തളയും. ബിക്കോസ് അവർക്ക് ഐ തിങ്ക് മെച്യൂർ ഇവിടെയും ഹൈറഫൻറ്റും വന്നിട്ടുണ്ട്. സോ അഗൈൻ ഇവിടെ എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് അവർ കാണുന്നുണ്ട്. അതിനെ മെച്യൂർഡായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ശരിക്കും ഒരു പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെൻറ്റ് തന്ന് അങ്ങനെയൊക്കെ നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മേ ബി അവർക്ക് അത് സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അവർ വർക്കിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലേക്കും എഫേർട്ട് ഇടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അഗൈൻ ഇവിടെ കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, മൈൻഡ് ഐ തിങ്ക് അവർക്ക് പ്രോപ്പറായിട്ട് ഇതിനെ മേ ബി ആ ഒരു നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ട് അതൊക്കെ അവർ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഒന്നും അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു ലെവലിൽ നിൽക്കുമ്പോൾ എല്ലാത്തിനോടും ഒരു വിരക്തി എന്ന് പറയില്ലേ നമ്മൾ, ആ അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. നോക്കട്ടെ നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് അവരെന്താ ചിന്തിക്കുന്നത്? ലെറ്റ്സ് സീ. ഇപ്പം അവരുടെ മനസ്സിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ്? 3 ഓഫ് വാണ്ട്സ്, ഫുൾ, യെസ്, പേജ് ഓഫ് വാണ്ട്സ്, 8 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. അഗൈൻ സെയിം തിങ്. ഓ വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, കിങ് ഓഫ് കപ്സ് ഇവിടെ ബോട്ടം ഉണ്ട്, ക്വീൻ ഓഫ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചിലപ്പോൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബട്ട് ഓവറോൾ ഞാൻ പറയട്ടെ, അവരുടെ മനസ്സിൽ ശരിക്കും ഫീലിങ്സ് വളരെ ഇന്നലെ മറ്റേ വന്നു അല്ലേ, ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. യെസ്, അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്, നിങ്ങളോടുള്ള ഫീലിങ്സ് അത്രത്തോളം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയാവുന്ന. അതാണ് നമ്മൾ സൈക്കിൾസ് എൻഡിങ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കലുണ്ടല്ലോ, ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് മനസ്സിൽ ഒരുപാടുണ്ട്, തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ബട്ട് അഗെയിൻ ഇവിടെ ആ മറക്കലാണ് കാണുന്നത്. വീണ്ടും ഇവിടെയും എല്ലാം 2-3 കാർഡ്സ് നമുക്ക് പറയുന്ന അതാണ്, അവർ മറച്ചു വെക്കുകയാണ്, അവരൊന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും കേട്ടോ. സോ ഞാനത് എല്ലാവരും എക്സ്പ്രസ് ചെയ്യില്ല, എല്ലാവരും ഇമോഷണലി എക്സ്പ്രസീവ് പീപ്പിൾ ആവണം എന്നില്ല. ഓക്കെ, എനിവേ ഇവിടെ അവർ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന രീതിക്ക് പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ട്. അവർക്ക് പല പ്ലാൻസും ഉണ്ട് അവരുടെ മനസ്സിൽ. ഫുൾ കാർഡ് ഉണ്ട്. അവർ എന്നെ പറയില്ലേ, എല്ലാം വിട്ടെറിഞ്ഞ് ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം എന്നും വരും. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ പലതും മാറ്റി വെക്കേണ്ടി വരും, പലതും വിട്ട് കളയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യെസ്, എല്ലാം വിട്ട് കളഞ്ഞ് ഒരു ഫ്രീ മൈൻഡോടെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് വാണ്ട്സ് ആണ്. യെസ്, ഒരു വളരെ 2 കാർഡ് ഒരേപോലെയാണ്. ലൈക്ക് ഒരു ഫ്രീ മൈൻഡായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് മനസ്സിലിടയ്ക്ക് അങ്ങനെ ഒരു ചിന്ത അവർക്ക് നല്ലോണം കയറി വരും. അതിനുവേണ്ടി പ്ലാൻ ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി എന്താണ്, പലതും പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, പിന്നിൽ നഷ്ടപ്പെടേണ്ടി വരും. അതിപ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ റിലീജിയൻ വേറെ ആണെങ്കിൽ ചിലപ്പോൾ ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ എംപററും ഹൈറഫൻറ്റും ഉണ്ടായിരുന്നു. സോ മേ ബി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാരേജ് തീരുമാനിച്ച് കാണാം, വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു വിട്ടുമാറി വരേണ്ടി വരും. നിങ്ങളെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. സോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പല റിസ്ക്കും ഉണ്ട്. ഓക്കെ, പല കാര്യങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അവർ വീണ്ടും ആ ഒരു ഉൾവലിഞ്ഞു പോകുന്നത് എന്ന രീതിയിലാണ്. ഓക്കെ, അവർക്ക് പലതും നഷ്ടപ്പെടേണ്ടി വരും എന്ന രീതിക്കുണ്ട്. കാരണം പക്ഷെ അവർ ആലോചിക്കുന്നുണ്ട്. യെസ്, അവർക്ക് ആഗ്രഹമുണ്ട്, ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ബട്ട് ഇപ്പോൾ എന്താണ്, എല്ലാത്തിലും അവോയ്ഡ് ചെയ്ത് നടക്കുന്ന പോലെയാണ്. ഓക്കെ, ബിക്കോസ് ആ തീരുമാനം എടുക്കാൻ ഉള്ള അവോയ്ഡിങ് ആണ് എനിക്ക് കാണുന്നത്. ഒന്നാമത്തെ കാര്യം എത്തിക്ക് ഇപ്പോൾ ഈ അമാവാസി വന്നു പോയപ്പോൾ ട്രിഗർ ആയിട്ടുണ്ടാവും, അവരുള്ളിൽ ഈ ചിന്തകളൊക്കെ ട്രിഗർ ആയിട്ടുണ്ടാവും. ഇതിനെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഒറക്കിളിൻ്റെ ഒക്കെ കൂടി കുറച്ചൊന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഡെസ്റ്റിനി, റിഗ്രറ്റ്, 5 ഓഫ് കപ്സ് നമ്മൾ ലോസിൻ്റെ, ഡിസോണസ്റ്റി, ഓക്കെ, ഇൻസെപ്പറബിൾ. ഓക്കെ, ഇപ്പോൾ ഇത് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഞാനത് പറഞ്ഞു, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അവർ റൈറ്റ് ആയിട്ട് ശരിക്കും എന്താണ്, ഞാൻ ശരിക്കും ന്യായമായിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കാണുന്നുണ്ട്. എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ.
ആൻഡ് ഡിസോണസ്റ്റി ഉണ്ട്. സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തോ മേ ബി പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടായി കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നിങ്ങളോട് നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു, എന്തെങ്കിലും മറച്ചു വെച്ചു, മാറ്റി വെച്ചു, സംതിങ് എനിത്തിങ് എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം, അല്ലെങ്കിൽ ഒരു അകൽച്ച വന്ന് കാണാം. അത് അവർക്ക് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർ തീർച്ചയായിട്ടും അവർക്കൊരു കുറ്റബോധം അവരുള്ളിലുണ്ട്. ഓക്കെ, ഡിസോണസ്റ്റി അഗൈൻ, അവരെന്തോ നുണ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങൾ തമ്മിൽ ഇൻസെപ്പറബിൾ ആണ്. അവർ ലവ് ഇസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ തമ്മിൽ എന്ത് അകൽച്ച ഉണ്ടെങ്കിലും ശരി, പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തമ്മിൽ അകലില്ല എന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് നിങ്ങളുടെ. എൻ്റെ ഇവിടെ ഹോപ്പ് ഉണ്ടായിരുന്നു ബോട്ടം ഓഫ് ദ ഡെക്ക്, ഞാൻ നേരത്തെ എടുത്ത കാർഡ്. ഓക്കെ, ഹോപ്പ് ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ളത് അവർക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ടില്ല, അവരുടെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. ഓക്കെ, കോൺവെർസേഷൻ, യെസ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുടെ സൗണ്ട് കേൾക്കണം, സംസാരിക്കണം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഒരു കോൺവെർസേഷൻ എക്സ്പെക്ട് ചെയ്യാം. പേജ് ഓഫ് ഫോൺസ് ഉണ്ടായിരുന്നു. സോ മേ ബി അവരൊരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കെമിസ്ട്രി, ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. നിങ്ങൾ തമ്മിൽ അത്രയും അവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത്. ഇത് ശരിക്കും ഒരു ഡെസ്റ്റിൻഡ് കണക്ഷൻ ആണ് എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്, ഡെസ്റ്റിനി എന്ന് പറഞ്ഞിരുന്നു. സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ശരിക്കും സ്ട്രോങ് ആയിട്ട്, യൂണിവേഴ്സ് ആയിട്ട്. ഇവിടെ സെൽഫ് ലവ് ഉണ്ടായിരുന്നു അടിയിൽ. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. നിങ്ങളുടെ പേഴ്സണിന് ആക്ച്വലി സെൽഫ് ലവ് ഇല്ല. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ തോന്നും ഇവർ ഭയങ്കര ഈഗോ ആണല്ലോ, അവർ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഉള്ളിൽ എവിടെയോ അവനവനെ ഒരു നിങ്ങൾക്ക് പറ്റിയ ഒരാളായിട്ട് കാണുന്നില്ല. ഓക്കെ, ശരിക്കും നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല, എല്ലാവരുടെയും ഉള്ളിൽ വേറെ പലതുമാണ്. എനിവേ, ഒരു 1-2 കാർഡുകൾ എടുക്കാൻ തോന്നി എനിക്ക്. ഇർറിപ്ലേസബിൾ അഗൈനോ, ഇൻസെപ്പറബിൾ, ഇർറിപ്ലേസബിൾ, വാവ്, അൺഅപ്രീഷിയേറ്റഡ് ആൻഡ് തേർഡ് പാർട്ടി. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടാവാം. ദർ വെർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് ദിസ് us being together. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് ഞാൻ അത് നേരത്തെ പറഞ്ഞാൽ മേ ബി നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്ത് തേർഡ് പാർട്ടി വല്ലതും വന്ന് കാണാം. സോ തേർഡ് പാർട്ടി അതിപ്പോൾ ആരും ആവാട്ടോ, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും നിങ്ങൾ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചായിരിക്കാം. സോ അങ്ങനെ ഒരു കാര്യം ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അവർക്ക് തോന്നിയത് എവിടെയോ അവർക്ക് തോന്നി നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല എന്ന രീതിക്ക് കൂടി മേ ബി നിങ്ങൾ സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്ന് കാണാം. ഇതിൽ ഇനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് തോന്നി കാണാം. സോ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ്. ഓക്കെ, അത് അവരെ തോന്നലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ആ വാല്യൂ, അവർക്ക് തോന്നുന്നത് അവർ നിങ്ങൾക്ക് വേദിയല്ല എന്നാണ്. നിങ്ങൾ എന്തൊക്കെയോ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് തിരിച്ചുമാണ്. എനിവേ, ഇർറിപ്ലേസബിൾ, ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെപ്പോലെ വേറെ ആരും ഇല്ല അവരെ ലൈഫിൽ എന്നുള്ളത്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും അകലില്ല എന്നുള്ളതും അവർക്കറിയാം. ഓക്കെ, സോ ഇപ്പോൾ യെസ്, ഒരു ടെമ്പററി സിറ്റുവേഷൻസ് അത്ര ഓക്കെ അല്ല. ഓക്കെ, മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അവരായിട്ട് തന്നെ വരട്ടെ, ഒരു എഫേർട്ട് എടുത്ത് വരട്ടെ. ഓക്കെ, സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവരായിട്ട് തന്നെ വരട്ടെ. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരൂ, കുറേയൊക്കെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.